ഇങ്ങനെ ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ പറയാവേ. ഇതുപോലെ ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചില എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ വളരെ റിലാക്സ് ചെയ്യുക, പാനിക് ആവരുത്. ലോങ് ഡീപ് ബ്രത്ത് എടുത്ത് നിങ്ങൾ മാക്സിമം റിലാക്സ് ആവാനായിട്ട് ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളൊരു വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ഒരാളാണ്, ഒരുപാട് വർഷങ്ങളായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് നോർമൽ ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാടൊന്നും വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഹൈഡ്രേറ്റ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, മാക്സിമം ബ്രീത്ത് ചെയ്ത് ആ സിറ്റുവേഷനിലേക്ക് മൊമെൻറ്റിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഹാർട്ട് റേറ്റ് നോർമലാവും. നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നോഷ്യസ് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാം. ചിലപ്പോൾ തലയിറങ്ങി നിങ്ങൾക്ക് കിടക്കാനായിട്ട് തോന്നാം, കിടക്കുക. ആ സമയത്ത് തറയിൽ കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ട് ചെയ്യേണ്ടത്. ലോങ് ബ്രീത്ത് എടുത്ത് റിലാക്സ് ചെയ്ത് കിടക്കുക. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് BP കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞതായിരിക്കാം എന്നൊക്കെ ഉള്ളതാണ് സിംറ്റംസ് ആയിട്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് മിക്സ് ചെയ്ത് കഴിക്കാം. ഇതൊക്കെ പൊടിക്കൈകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ബിഗിനർ ആയിരുന്നു കഴിഞ്ഞാലും ഒരു വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആയാൽ പോലും നിങ്ങൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ നല്ല വാമപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ വാമപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ലെവലിനെ നിങ്ങൾക്ക് പ്രൈം ചെയ്യാൻ പറ്റും. ഓവർ ദ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ വർക്കൗട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കണ്ടീഷൻഡ് ആക്കാൻ പറ്റും. അതായത് ഓവറായിട്ട് ഹാർട്ട് റേറ്റ് കൂടാതെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി നിങ്ങളുടെ ബോഡി ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വാമപ്പ് ചെയ്യുക. വാമപ്പ് ചെയ്ത് എന്താ പറയേണ്ടത്, നിങ്ങളുടെ ഹാർട്ടിനെ പ്രൈം ചെയ്യുക, നിങ്ങളുടെ ഹാർട്ട് റേറ്റിനെ പ്രൈം ചെയ്യുക. നന്നായിട്ട് ജോയിൻസിനെ മൊബിലൈസ് ചെയ്യുക. ആ ഒരു വർക്കൗട്ട് കണ്ടീഷനുമായിട്ട് നിങ്ങൾ വരിക എന്നുള്ളത് ഒരു 5 to 10 മിനിറ്റ്സ് എടുത്ത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഹാർട്ട് റേറ്റ് ഒരുപാട് കൂടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാതിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യമേ വന്ന പാടെ ഒരുപാട് കയറി അതും ഇതുമൊക്കെ ചെയ്യാതെ നിങ്ങളുടെ റുട്ടീനിൽ എന്താണോ, നിങ്ങളുടെ വർക്കൗട്ട് ചാർട്ടിൽ എന്താണോ അത് മാത്രം മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ എന്താ പറയേണ്ടത്, നിങ്ങളുടെ കയ്യിൽ നിന്നിട്ടുള്ള വർക്കൗട്ടുകളൊന്നും കഴിയുന്നതും ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്കൊരു ചാർട്ടുണ്ട്, ആ ചാർട്ടിൽ മാത്രം ഫിക്സ് ചെയ്യുക. പിന്നെ ഒരുപാട് ഹൈ ഇൻറ്റൻസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് പ്രൈം ആവണം, നിങ്ങൾ അതുമായിട്ട് റുട്ടീനുമായിട്ട് സെറ്റ് ആവണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളൊരു ബിഗിനറാണോ അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണോ എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വാമപ്പ് എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഈ വർക്കൗട്ടിലേക്ക് കടന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടിയാൽ പോലും നിങ്ങൾക്ക് തിരിച്ച് എളുപ്പത്തിൽ നോർമലൈസ് ചെയ്ത് വരാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. നിങ്ങളുടെ വർക്കൗട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് AFX ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.